ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്ത്യൻ രാഷ്ട്രീയവുമാണ് ഈ ലക്കം ദില്ലി ദാലി ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മൗലികമായ കാഴ്ചപ്പാടുകളോടെ ചരിത്രബോധ്യത്തോടെ മനസ്സിലാക്കുന്ന ശ്രീ അമൃത് ലാലാണ് ഇന്ന് അതിഥിയായി പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത്. ദില്ലി ദാലിയുടെ ശ്രോതാക്കൾക്ക് സുപരിചിതനാണ് അദ്ദേഹം. അമൃതലാൽ ഡൽഹിയിലെ ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിൻ്റെ എഡിറ്റർ വ്യൂസ് ആണ്. സ്വാഗതം അമൃതലാൽ ഒരിക്കൽ കൂടി ദില്ലി ദാലിയിലേക്ക്. ഇന്ത്യൻ വോട്ടർമാരെക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിച്ചത് ഒരു പക്ഷേ നരേന്ദ്രമോദിയെയും അമിത് ഷായെയും ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റു മുഖവരെ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അമൃതനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ എന്നേക്കുമായി വിഭജിച്ച് നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ എന്നേക്കുമായി വിഭജിച്ചു എന്ന് കരുതിയവർക്കുള്ള ചുട്ട മറുപടിയല്ലേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ വിവിധ വിഭാഗം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്ന് നൽകിയത്? പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണാവുന്നതാണ്. പക്ഷേ ഏത് തെരഞ്ഞെടുപ്പിൻ്റെയും ഫലം പരിശോധിക്കുമ്പോൾ അത് നമുക്ക് അറിയാം, ഒന്നിൽ കൂടുതൽ കാരണങ്ങളുണ്ടാകും അതിനകത്ത്. അപ്പം അതുപോലെ ആ സെൻസിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നമ്മൾ പരിശോധിക്കുമ്പോഴും പലതരത്തിലുള്ള കാരണങ്ങൾ, പലയിടത്ത് പല കാരണങ്ങളാണ് ബി ജെ പിയുടെ ഈ സിമ്പിൾ മെജോറിറ്റി കിട്ടാൻ കഴിയാതെ പോയതിനുള്ള കാരണമായിട്ട് കാണേണ്ടി വരിക എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഞാൻ പക്ഷേ ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള എൻ്റെ സവിശേഷ ചോദ്യമായിരുന്നു. എനിക്കറിയാം ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോരോ കാരണങ്ങൾ എപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലത്തിനെ സ്വാധീനിക്കും എന്നുള്ളത്. പക്ഷേ ഉത്തർപ്രദേശിൽ വർഷങ്ങളോളം ഈ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു പരീക്ഷണശാല പോലെ നടപ്പിലാക്കുകയും പ്രത്യേകിച്ച് രാമക്ഷേത്രം മന്ദിരോദ്ഘാടനം നടന്നു കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾക്കകം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു 100 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും BJP തോൽക്കുക എന്നൊക്കെ പറയുന്നത്, അത് ഈ ഹിന്ദുത്വ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുവാൻ അതായത് അത് എന്നേക്കുമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ സമൂഹം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലേ? ഈ ഫൈസാബാദ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മണ്ഡലത്തിൽ BJP തോറ്റു എന്നുള്ളത് ഒരു വലിയ കാവ്യനീതിയാണ് ഒരർത്ഥത്തിൽ. പക്ഷെ അതിനപ്പുറത്ത് ഈ ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ BJP ശ്രമിച്ച ഒരു പാൻ ഇന്ത്യൻ അജണ്ടയുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതിനെ മുൻനിർത്തിയിട്ടാണ് BJP തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇന്ത്യ ബ്ലോക്കിന്റെ മത്സരത്തിലാകട്ടെ വളരെ പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങൾ അവർ കൊണ്ടുവന്നിരുന്നു. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളാൽ അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടായിരുന്നു അവരുടെ ക്യാമ്പയിൻ. ഇപ്പൊ UP എടുക്കുകയാണെങ്കിൽ UP പലരും പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മൾ 90കളിൽ കണ്ട ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചു പോയിന്ന്. അതായത് മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ. ഹിന്ദുത്വ അജണ്ട തന്നെയാണ് ഉത്തർപ്രദേശിൽ ഇത്തവണയും ഈ മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള പേരിൽ ആണ് തുടങ്ങിയതെങ്കിൽ പോലും അത് പിന്നീട് ഒരു ഹാർട്ട് ലൈൻ ഹിന്ദുത്വ, ഒരു വലിയ അളവിൽ മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന തരത്തിലുള്ള ഒരു പ്രചാരണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വളരെ വർഗീയമായിട്ടുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് BJP പോയത്. അപ്പം അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ജനുവരിയിൽ നടന്ന രാമക്ഷേത്രത്തിൻ്റെ കോൺസിക്രേഷൻ ഉണ്ട്. പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൻ്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ഉദ്ഘാടനവും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഓളവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരിയിട്ട് ലാഭാർത്ഥി എന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള ധാരണ, ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പം പോലും പ്രാഥമികമായി അവർ ഉത്തർപ്രദേശിൽ നടത്തിയത് ഒരു ഉത്തർപ്രദേശിൽ നിന്നല്ല, വലിയ പോളറൈസിംഗ് ആയിട്ടുള്ളൊരു ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ തന്നെയാണ് അവസാനമായപ്പോഴത്തേക്കും BJPയുടെ ക്യാമ്പയിൻ നടന്നത്. മറുവശത്ത് ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ചും ഈ ആൻറ്റി മുസ്ലിം പൊളിറ്റിക്സിനെതിരെ ഒരു തരത്തിലുള്ള മറുപടി പറയാനും ഇന്ത്യ ബ്ലോക്ക് ശ്രമിച്ചില്ല. അതായത് ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന് സഹായിക്കുന്ന ഒന്നും
പ്രതിപക്ഷത്തിൻ്റെ പക്ഷത്തു നിന്നും ബി ജെ പിക്ക് ലഭ്യമായില്ല. രണ്ടാമത്തത്, അവിടുത്തെ മുസ്ലിം ജനസാമാന്യം വളരെ ശ്രദ്ധയോടെയാണ് ഈ പ്രചരണത്തിനെ കണ്ടത്. അവർ ഒരു തരത്തിലും പ്രകോപിതരാകാൻ കൂട്ടാക്കുകയോ പ്രകോപിതരാകുക വഴി ബി ജെ പിക്ക് ലഭ്യമാകുന്ന ധ്രുവീകരണവും അതുമൂലം ലഭ്യമാകുന്ന വോട്ടുകളും കിട്ടാതിരിക്കാനും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. മൂന്നാമത്തത്, വളരെ ടാക്ടിക്കലായിട്ടുള്ള ഒരു വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ആ ടാക്ടിക്കലായിട്ടുള്ള വോട്ടിംഗ് മാത്രമല്ല, ടാക്ടിക്കൽ സമാജ്വാദി പാർട്ടി, നമ്മൾ മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ എന്ന് പറയുമ്പോൾ, കമണ്ഡൽ നമ്മൾ പറഞ്ഞു ഹിന്ദുത്വ അജണ്ടയുടെ പേരിൽ ബി ജെ പിയുടെ സംഗതി. ഈ മണ്ഡൽ കൊണ്ടുവന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ്. 90കളിലെ പോലെ ആയിരുന്നില്ല ഒരു പക്ഷേ ഇത്തവണ, അല്ലെങ്കിൽ 90കളിലെ പോലെ 90കൾക്ക് സമാനമായിട്ടുള്ളൊരു കാര്യം പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. കാരണം 90കളിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്ത് ഒരു വലിയ വിഭാഗം OBCകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അത് ഒരു കഴിഞ്ഞ 30 കൊല്ലക്കാലം ആയപ്പോഴേക്കും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയിൽ അതൊരു യാദവ് ഡോമിനേഷൻ്റെ ഒരു കാലമായി മാറി. ഇപ്പോൾ പ്രധാനമായിട്ടും യാദവരും മുസ്ലിങ്ങളിൽ നിന്നും കിട്ടുന്ന വോട്ടുകളിലാണ് സമാജ്വാദി പാർട്ടി മത്സരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർക്ക് അധികാരത്തിലെത്താൻ കഴിയാതെ പോയത്. കാരണം അതൊരു ചെറിയ വോട്ട് കോൺസ്റ്റിറ്റ്യുവൻസി ആവില്ല. ഇത്തവണ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടി ഒരു ചെറിയ നയവ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പിച്ഛഡേ ദളിത് അല്പസംഖ്യക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കുറെ കൂടി കുറെ കൂടി ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു OBC പ്രാതിനിധ്യം അവരുടെ കാൻഡിഡേറ്റുകളുടെ ലിസ്റ്റിൽ അവർ കൊണ്ടുവന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 42% കാൻഡിഡേറ്റ്സ് നോൺ യാദവ് OBC വിഭാഗങ്ങളിൽ നിന്നാണ്. 5 യാദവർ മാത്രമാണ് ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചത്. അപ്പോൾ ഈ PDA അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പിച്ഛഡേ ദളിത് അല്പസംഖ്യക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നതിനൊപ്പം ഈ മുദ്രാവാക്യത്തിൻ്റെ അന്തസത്ത അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ ലിസ്റ്റ് അവരുടെ ലിസ്റ്റിലും അവർ കൊണ്ടുവന്നു. അതെ, ആ അർത്ഥത്തിൽ BJP കൈവരിച്ചിരുന്ന ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു പ്ലസ് OBC എന്നുള്ള ഒരു സംഗതി ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടിയിരുന്നു. BJP ഒരു മണ്ഡലിനെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാർട്ടിയായി കഴിഞ്ഞിരുന്നു. ആ ഒരു സംഗതിയെ ഇത്തവണ തടയിട്ടു. പിന്നെ കോൺഗ്രസിൻ്റെയും കൂടി വന്നപ്പോഴത്തേക്ക് ഒരു വലിയ തരത്തിലുള്ള വേറൊരു സോഷ്യൽ അലൈൻമെൻറ്റ് ഉത്തർപ്രദേശിൽ അവർക്ക് സാധ്യമായി. മൂന്നാമത്തത്, ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായി ഈ പറയുന്ന സോഷ്യൽ ബേസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പോലും അവർ ചെയ്തത് പ്രധാനമായിട്ടും ഉത്തർപ്രദേശിലെ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടായിരുന്ന വളരെ റെസ്റ്റീവായിട്ടുള്ള ഒരു സംഗതി, തൊഴിലില്ലായ്മയുടെ പ്രശ്നം. അതുപോലെ ഈ ലാഭാർത്ഥി എന്ന് പറയുന്ന വിഭാഗത്തിനെ അവർ വിലക്കയറ്റം വെച്ചാണ് തടയിട്ടത്. നിങ്ങൾക്ക് വെൽഫെയർ കിട്ടുന്നുണ്ടാവും, പക്ഷേ സാധനങ്ങളുടെ മെഹങ്കായി എന്നുള്ള രീതിയിൽ വിലക്കയറ്റം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ഗ്യാസിൻ്റെ വില മുതൽ പച്ചക്കറിയുടെ വിലയുള്ള ഒരു വലിയ ഒരു ആർക്ക് ഓഫ് ഒരു കൺസ്യൂമർ വസ്തുക്കളുടെ വിലയെ കാണിച്ചുകൊണ്ടാണ് അവർ ഈ ലാഭാർത്ഥി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനെ നേരിട്ടത്. അങ്ങനെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനായിട്ട് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ പിന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് വന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ ശരിക്കും ഈ പറയുന്ന ഒരു മതവിശ്വാസത്തിൻ്റെ പേരുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ ശ്രമിച്ചതിനെ പ്രതിപക്ഷത്തിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ദളിത് അല്പസംഖ്യക് ഇത്തരം പുതിയൊരു പിച്ഛഡേ ഇത്തരം സമുദായങ്ങളെ കൂടെ ചേർത്ത് യാദവ പൊതുവെ അവർക്ക് സമാജ്വാദി പാർട്ടിക്കുള്ള യാദവ മുസ്ലിം സപ്പോർട്ടും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് ഇന്ത്യൻ സമൂഹത്തിനോട് പറയുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു ദശകത്തിലോ 2 ദശകമായിട്ടോ ഭാരതീയ ജനതാ പാർട്ടിയും RSSും മതത്തിൻ്റെ പേരിൽ ഈ സമൂഹത്തിനെ വിഭജിക്കാം എന്നേക്കുമായി വിഭജിക്കാം എന്ന് കരുതിയത് സാധ്യമല്ല എന്ന് പറഞ്ഞു എന്നൊരു പാഠം, ഒരു സാമൂഹ്യ പാഠം ഉത്തർപ്രദേശ് ഇന്ത്യൻ രാഷ്ട്രീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഈ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലെ ഒരു പാരഡൈം ഉണ്ട്. അതായത് തെക്കേ ഇന്ത്യയേക്കാൾ വളരെ കൂടുതൽ കമ്മ്യൂണലാണ് വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യയിലെ ജനസാമാന്യം വളരെ വേഗം കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് മുഴുവൻ അർത്ഥത്തിൽ ശരിയൊന്നുമല്ല. BJPയുടെ വളരെ സമർത്ഥമായ BJP രാഷ്ട്രീയം പറയുന്നത് കൊണ്ടുകൂടിയാണ് അവിടെ ജയിക്കുന്നത്. അതിനകത്ത് ഭരണപരമായിട്ടുള്ള സംഗതി ഉണ്ട്. അല്ലാണ്ട് സാധാരണ മനുഷ്യരെ മുഴുവൻ കമ്മ്യൂണലായതല്ല അത്. അത് തന്നെ
BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഭരിച്ച ആളുകളുടെ പരാജയത്തിന്റെ ഒരു ചുമലിൽ നിന്നുകൊണ്ടാണ് BJP ഈ രാഷ്ട്രീയം പറയുന്നത്. അത് തന്നെ. അതിൽ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മുഴുവനായി മാറിയെന്നൊന്നും നമ്മൾ മാറിയെന്ന് കരുതുന്നത് ശരിയായിരിക്കില്ല ഒരു പക്ഷേ. കാരണം എപ്പോഴും അതിനെക്കുറിച്ച് ഒരു കരുതൽ ഉണ്ടായിരിക്കണം. അതെ അതെ. ഒന്ന്. രണ്ടാമത്തത് ഇത്തവണ ഇവർക്ക് പറ്റിയ ഒരു സംഗതി, ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്ത് ബീഹാറിൽ നമ്മൾ ഈ ഉത്തർപ്രദേശിന്റെ കാര്യത്തിനകത്ത് സോഷ്യൽ ജസ്റ്റിസ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ വരുത്താതെ മത്സരിച്ചതാണ് RJDയും. ബീഹാറിൽ UP-യേക്കാൾ വലിയൊരു സോഷ്യൽ ബേസുള്ള ഒരു സാമൂഹ്യ സഖ്യമാണ് അവിടെ മത്സരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, RJD ഉണ്ട്. എന്നിട്ടും അവിടെ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടു. ആകെ 8 സീറ്റേ കിട്ടിയുള്ളൂ. ഉത്തർപ്രദേശിന് സമാനമായ ഒരു സാഹചര്യം വേണമെങ്കിൽ നമുക്കവിടെ പറയാവുന്നതാണ്. പക്ഷേ അത് BJP-ക്കാണ് പ്രയോജനപ്പെട്ടത്. അതുകൊണ്ട് ഈ ഹിന്ദുത്വ അജണ്ട എന്നതിനേക്കാൾ അപ്പുറത്ത് ഹിന്ദുത്വ അജണ്ട നിങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി ഒരുപക്ഷെ ഉത്തർപ്രദേശിലുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ ബേസും ആ സോഷ്യൽ ബേസിനോട് അപ്പീൽ ചെയ്യുന്ന ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് അജണ്ടകളും ഉണ്ടെങ്കിൽ BJP-യെ നേരിടാൻ പറ്റും. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ലോഹിയായിട്ട് രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഒരു വലിയ പരിമിതി ഈ പറയുന്ന അരിത്മെറ്റിക്കിൽ, ഈ ജാതികളുടെ ഒരു അരിത്മെറ്റിക്കിനെ പറ്റി സംസാരിക്കുകയും ഇതിനപ്പുറത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇക്കണോമിക് അജണ്ട ഇത്തവണ അത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ വഴി സംഭവിച്ചൊരു കാര്യം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം ആളുകളുടെ മുമ്പിലേക്ക് വെക്കാൻ സാധിച്ചു ഫലപ്രദമായിട്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ധാരകൾ അതിനകത്തുണ്ട്. അത് പ്രകടമായി ഇത്തരം പല ധാരകൾ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു വളരെ കമ്മ്യൂണലായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരാജയപ്പെടുത്താൻ. അപ്പോൾ അവസാനം പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ അടുത്ത ചോദ്യം. അതായത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉത്സവ തിമിർപ്പ് എന്ന് പറയുന്നതിനെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് 17ാം ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ അത് നഷ്ടപ്പെട്ടു. അതിലേറ്റവും കൂടുതൽ മുഖം നഷ്ടപ്പെട്ടത് NDA-യുടെ പ്രചാരണത്തിൻ്റെ ഏകമുഖവും ദേവാംശമെന്ന് സ്വയം കരുതുകയും ചെയ്യുന്ന നരേന്ദ്ര മോദിയാണ്. എന്നാൽ NDA-ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ട് താനും. എന്നാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആഘോഷ തിമിർപ്പിലായിരിക്കുന്നത് NDA പ്രവർത്തകരോ NDA നേതാക്കന്മാരോ അല്ല, ഭരണത്തിലെത്താൻ കഴിയാതിരിക്കുന്ന പ്രതിപക്ഷവും പൗരാവകാശ പ്രവർത്തകരും ഭരണഘടനാ മൂല്യ സംരക്ഷകരും ഒക്കെയാണ്. അപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടത് പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് അമൃതിൻ്റെ അഭിപ്രായം? അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനതിനെ കാണുന്നത് നരേന്ദ്രമോദിയുടെ പരാജയമാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് ഇന്ത്യ മുന്നണിയുടെ വിജയവുമായിട്ടില്ല. മോദിക്കെതിരെയുള്ള ഒരു വോട്ടാണ്. അതിനെ നമ്മൾക്ക് എത്ര കണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ പോലും നമ്മൾ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ തൂത്തുവാരി പിടിച്ച വോട്ടിന്റെ ഒരു 10 കൊല്ലത്തെ ഇൻകംബൻസിയുമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ ഓർക്കണം. ഉത്തരാഖണ്ഡിലെ, പിന്നെ ഹിമാചൽ പ്രദേശിലെ, ഡൽഹിയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഇപ്പോഴും ജയിക്കാൻ സാധിക്കുന്നു എന്നല്ല, ഒരു വലിയ സ്വീപ്പാണ് ഇവർക്ക് നടത്താൻ സാധിക്കുന്നത്. അപ്പം ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ വിലയിരുത്താനായിട്ട്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഉത്തർപ്രദേശിന്റെയും മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെയും വലിയ തിരിച്ചടിയാണ് സത്യത്തിൽ BJP-യുടെ ഈ നമ്പർ കുറയാൻ കാരണമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 25 സീറ്റ് കിട്ടിയ സ്ഥലത്ത് 13 മറ്റോ കുറഞ്ഞു. അതുപോലെ കർണാടകത്തിൽ കുറഞ്ഞിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് വലിയ ഇടിവുണ്ടായത്. 23 സീറ്റിൽ നിന്നും അവർ 9 സീറ്റായിട്ട് കുറഞ്ഞു. ഇതിന് പുറമെ ഈ 63 സീറ്റുകൾ കുറഞ്ഞിരിക്കുന്ന ഈ ഒരു ചുരുക്കം 3-4 സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ മാതിരിയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ നമ്പറുകൾ വെച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ മോദിക്കേറ്റ തിരിച്ചടി, എന്നാൽ അത് പൂർണ്ണമായിട്ടും ഇന്ത്യ മുന്നണിക്കൊരു ഭരിക്കാനായിട്ടുള്ള ഒരു വോട്ടായി മാറിയില്ല. അതൊന്ന്. രണ്ടാമത്തത്, നേരത്തെ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ
ഈ പിന്നെ നമ്പറുകൾക്ക് അതീതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇതിനകത്തുണ്ട്. അത് സത്യത്തിൽ ഡൽഹി പോലുള്ള സ്ഥലത്ത് അത് കൂടുതൽ നമ്മൾ അനുഭവിക്കും. കാരണം എന്താ വെച്ച് അനുഭവിക്കും. കഴിഞ്ഞാൽ ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ ഭീതിയുടെ അന്തരീക്ഷത്തിൽ ഒരു അയവ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ആ പ്രതീക്ഷ ഉണ്ടോ? അമൃതിന് ആ പ്രതീക്ഷ ഉണ്ടോ? ഒരു ഒരു കൂട്ട് എന്താണ് ഒരു 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 മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ഗുണം ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ടാവും. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ ആളുകളിൽ കണ്ടുവരുന്ന ബോഡി ലാംഗ്വേജിൽ നമുക്കത് വളരെ വ്യക്തമായി കാണാം. തീർച്ചയായിട്ടും. ഈ വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ആ കോൺഫിഡൻസ് കുറവുണ്ടെന്നുള്ളത് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ ആ അർത്ഥത്തിൽ കള്ളം പറയില്ലല്ലോ. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അമൃത് അത് പറയുമ്പോൾ പോലും നമ്മൾ ഒരുപാട് പ്രതീക്ഷയൊന്നും ഈ ചന്ദ്രബാബു നായിഡുവിലും നിതീഷ് കുമാറിലും അവർ പൗരാവകാശത്തിന് വേണ്ടിയിട്ടോ മറ്റോ അത് തന്നെ സംസാരിക്കുന്നുള്ളത് വെച്ച് പുലർത്തരുതെന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ സിവിൽ സൊസൈറ്റിക്ക് ഒരു വലിയ പങ്കുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഫലം ഉണ്ടാക്കിയതിനകത്ത്. ആ രാഷ്ട്രീയ പ്രവർത്തനം അവർ തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും പൗരാവകാശ പ്രവർത്തകരും ചെറുപ്പക്കാരായിട്ടുള്ളവരും ജയിലിലുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾക്കുള്ള ധൈര്യവും കൂടി ഒരുപക്ഷെ സമൂഹത്തിന് നൽകിയേക്കാം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതെ, അത് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ജുഡീഷ്യറി ഒക്കെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ CBI ED ഒക്കെ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഇതൊക്കെ വേറൊരു അർത്ഥത്തിൽ ഒരുപാട് ഏജൻസിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. സ്വന്തമായിട്ട് തീരുമാനിക്കാനും തീരുമാനങ്ങൾ നടപ്പിലാക്കാനും സർക്കാരിനോട് വേണമെങ്കിൽ പിന്നെ നിയമം അനുസരിച്ച് ഇത് അനുവദിക്കുന്നില്ല എന്ന് പറയാനും ഒക്കെ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണല്ലോ. ഇവർക്ക് ഒരു നരേന്ദ്രമോദി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് സൃഷ്ടിച്ചെടുത്തിരുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഞാൻ അജയ്യനാണ്, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ പറയുന്ന ഒരു പ്രതീതിയിൽ നിന്നുകൊണ്ടുകൂടിയാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മുട്ടുമടക്കിയിരുന്നത്. ആ പ്രതീതി ഇല്ലാതാകുന്നതോടെ ഇവർ പലരും ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചെന്ന് വരാം. നമ്മൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കണ്ട പോലെ ആവണം എന്നില്ല കോടതി സംവിധാനങ്ങൾ. ഇതൊക്കെ പറഞ്ഞ പോലെ പ്രതീക്ഷയാണ്. അതെ. അല്ല, ഈ ഇലക്ഷൻ പ്രചാരണ കാലത്ത് അമൃത് ദില്ലി ദാലിയിൽ ഒരു പോഡ്കാസ്റ്റിൽ വന്നിരുന്നു. അന്ന് സംസാരിക്കുമ്പോൾ അമൃത് പറഞ്ഞിരുന്നു ഇതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളത്. എല്ലാവരും ഷെയർ ചെയ്ത ഒരു ആശങ്കയായിരുന്നു. എല്ലാ സർക്കാർ മെഷീനറികളും ഇപ്പോൾ അമൃത് സൂചിപ്പിച്ച ED, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇനി ഈ ഇലക്ഷൻ കമ്മീഷനും, ഇനി ഒരളവ് വരെ അറച്ചു നിന്ന കോടതികളും, വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ, ഇതെല്ലാം ആണ് ഇതിനെ ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ലാതാക്കി മാറ്റിയത്. എന്നാൽ UP, മഹാരാഷ്ട്ര, ബംഗാൾ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെല്ലാം മറിച്ചൊരു ജനവിധി സാധ്യമായി. ഇപ്പം അമൃത് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അത് ബീഹാറിലോ അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലോ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊന്ന് സൂചിപ്പിച്ചു പോയിരുന്നു. പക്ഷേ ആന്ധ്ര, ഡൽഹി, ഒറീസ, ബീഹാർ ഇവിടെ ഈ മറ്റ് ഉത്തർപ്രദേശിലെയൊക്കെ അത് തുളുമ്പാഞ്ഞത് എന്താണ്? ആ ജനവികാരം തുളുമ്പാഞ്ഞത് എന്താണ്? കാരണം ഇത് ഒരു നാഷണൽ ഇലക്ഷൻ ആയിരിക്കെ തന്നെ, പൊതു തെരഞ്ഞെടുപ്പ് ആയിരിക്കെ തന്നെ, അത് ഒരു പാൻ നാഷണൽ അജണ്ടയുടെ മേളിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാൻ BJP ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നും ശ്രമിച്ചത് ഇതിനെ വളരെ പ്രാദേശികമായി നേരിടാനാണ്. അതായത് അതാത് സ്ഥലങ്ങളിലെ വിഷയങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഈ BJP പോളറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മാർഗങ്ങളെ അവഗണിച്ചുകൊണ്ടുമാണ് അവരത് ചെയ്തത്. ഇപ്പം മുസ്ലിം സമുദായത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയ വിട്രിയോളിക് ആയിട്ടുള്ള ഒരു വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു പ്രചാരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടിട്ട് പോലും ഇതിനാരും മറുപടി പറയാൻ നിന്നില്ല. വാസ്തവത്തിൽ അത്തരത്തിൽ ഈ ഒരു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷത്തു നിന്നുണ്ടായ അപൂർവം നടപടികളിലൊന്ന് ഭാരത് ജോഡോ യാത്രയായിരിക്കണം. അതിൽ പോലും പ്രത്യക്ഷത്തിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം മുഹമ്മദ് കി ദുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ എന്ത് സന്ദേശമാണ് അത് നൽകിയിരുന്നതെന്ന്. വാസ്തവത്തിൽ അതല്ലാതെ അത് വേറൊരർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം എന്ന പേരിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയും മുൻപോട്ട് വന്നുകൊണ്ട് ഒരു ദേശീയ വ്യാപകമായിട്ടൊരു ഒരു പ്രക്ഷോഭമോ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭാഷണം ഉണ്ടാക്കിയിട്ടില്ല. അതിന് അത് കൂടുതൽ BJPയെ സഹായിക്കുകയുള്ളൂ എന്നൊരു ധാരണ കൊണ്ടും കൂടി ആയിരിക്കണം. പക്ഷെ താഴെത്തട്ടിൽ അതിൻ്റെ മെസ്സേജിങ് വളരെ ഫലപ്രദമായി നടന്നിരുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ
അതാത് സംസ്ഥാനങ്ങളിൽ കർണാടകത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കുറെ കൂടി ശക്തമായിട്ട് വന്നിരുന്നു, ഈ പറയുന്ന അവകാശങ്ങളുടെ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള സംഭാഷണം. ഇത്തവണ അത് ഈ പറഞ്ഞ ഭരണഘടനയുടെ സംരക്ഷണം എന്നുള്ള ഇതിനകത്ത് അങ്ങനത്തെ ഒരു റൂബ്രിക്കിനകത്താണ് ഈ പറയുന്ന അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള ദേശീയമായിട്ടുള്ള ഒരു ദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു വിഷയമായിട്ട് അതൊക്കെ കടന്നു വന്നത്. അല്ലെങ്കിൽ വളരെ പ്രാദേശികമായിട്ടുള്ള അർത്ഥത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ ഇത്തവണ നടന്നത്. പ്രതിപക്ഷത്തിന്റെ പക്ഷത്തു നിന്ന് അങ്ങനെയാണ് അത് ചെയ്തത്. അത് ചിലയിടത്ത് വിജയിച്ചു, ചിലയിടത്ത് വിജയിച്ചില്ല. വിജയിച്ച സ്ഥലങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ, മഹാരാഷ്ട്രയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആന്ധ്രാപ്രദേശിലെ സംസ്ഥാന രാഷ്ട്രീയം അവിടുത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അങ്ങനെ ഓരോ സംസ്ഥാനത്തിനും നമ്മൾ പരാമർശിക്കാതെ പോകരുതാത്ത ഒരു സംസ്ഥാനം ബംഗാളാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടി ഈ മോദിയും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംസ്ഥാനം സത്യത്തിൽ ബംഗാളായിരുന്നു. അതായത് അവസാന പോളിംഗിൻ്റെ ഘട്ടത്തിൽ വിവേകാനന്ദൻ്റെ ഫാൻസി ഡ്രസ്സിൽ അദ്ദേഹം കന്യാകുമാരിയിൽ പോയി മെഡിറ്റേറ്റ് ചെയ്തതും എല്ലാം വൃഥാവിലായി പോയി ബംഗാളിൽ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതിരുന്നപ്പോൾ പോലും ഒറ്റയ്ക്ക് മമതാ ബാനർജി ചെറുത്തു നിൽക്കുകയും മമതാ ബാനർജിയുടെ ചെറുത്തുനിൽപ്പിൻ്റെ വിജയവും നമുക്ക് കാണാതിരുന്നുകൂടാ. അത് കാരണം ഈ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ കാണാവുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതിൽ എപ്പോഴും ഒരു സെൻട്രലൈസിങ് പുൾ ഉണ്ട്. ആ സെൻട്രലൈസിങ് പുള്ളിനെതിരായിട്ട് ഒരു ഫെഡറൽ രാഷ്ട്രീയം പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ആദ്യകാലം മുതൽക്ക് തന്നെ 47 മുതൽക്ക് തന്നെ നമുക്കിത് ശ്രദ്ധിച്ച് ഇതിന് പല രീതിയിൽ ഇതിൻ്റെ പുൾസ് ആൻഡ് പുഷ് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പം ബംഗാൾ പോലെ ഒരു സ്ഥലത്ത് ഈ ഫെഡറലിസത്തിൻ്റെ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി വരും. കാരണം ഭാഷ ഒരു വേറൊരു സെൻസിൽ ഒരു ഭാഷാദേശീയത തന്നെയാണ് ബംഗാള്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ നിങ്ങൾക്ക് നല്ല ലോക്കൽ നേതാക്കളില്ല. നിങ്ങൾ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവിടുത്തെ നേതാക്കളെ അധിക്ഷേപിക്കുകയാണ്. രണ്ടാമത്തത് നമ്മൾ ഈ വെൽഫെയറിനെ കുറിച്ചിട്ടുള്ള രാഷ്ട്രീയം അവിടെ പറ്റില്ല. കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വെൽഫെയർ പ്രോഗ്രാമുകൾ ബംഗാളിലുണ്ട് മമതാ ബാനർജിയുടേതായിട്ട്. മൂന്നാമത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അവർ സ്ത്രീ ആയിട്ടുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ സ്ത്രീ ഭരണാധികാരി ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ കൊടുക്കുന്നതും സ്ത്രീകൾക്കാണ്. ഇതൊരു വലിയ ഫാക്ടറാണ്. ഈ ഫാക്ടർ നമ്മൾ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഇത്തവണ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജയിച്ചു വന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പാർട്ടിയാണ് BJP, തൃണമൂൽ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ സന്ദേശ് ഖാലിയെ മുൻനിർത്തിയിട്ട് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ അത് വലിയ അളവിൽ ഏശാതെ പോയതിൻ്റെ ഒരു കാരണവും ഈ പറയുന്ന സ്ത്രീ പ്രാതിനിധ്യം തന്നെയായിരിക്കും. ഇപ്പൊ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപിടിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം അത് നമ്മൾ തമിഴ്നാട്ടിലുമൊക്കെ ജയലളിത പോലൊരാള് നേതാവായി ഉണ്ടായിരുന്നപ്പോൾ പോലും താഴെത്തട്ടിലേക്ക് ആ പ്രാതിനിധ്യം സ്ത്രീകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പുകളിൽ എത്തിക്കുക എന്നുള്ളത് അവർ ചെയ്തിരുന്നില്ല. അവരെ മാത്രം മുൻനിർത്തിയിട്ടുള്ളൊരു ഞാൻ സ്ത്രീയാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഇത്. മമതയുടെ കാര്യത്തിനകത്ത് അതല്ല. അങ്ങനെയല്ല. ആ അർത്ഥത്തിൽ ഒരു സ്ത്രീ ഒരു വലിയ ഫാക്ടറാണ് അവിടെ. ഈ തമിഴ്നാടും കേരളവും ഞാൻ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താതിരുന്നത് ചരിത്രപരമായ കാരണങ്ങളാൽ BJPക്ക് എപ്പോഴും ഒരു തടയണ കെട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ ആണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. എങ്കിലും അവിടങ്ങളിൽ വലിയ മാറ്റത്തിൻ്റെ തുടക്കത്തിന് BJP കഴിഞ്ഞിരിക്കുന്നു. വളരെ ചുരുക്കി ഒന്ന് പറയാമോ അമൃതിൻ്റെ, പ്രത്യേകിച്ച് അമൃതിന് തമിഴ്നാടും കേരളവും അമൃതിന് കരതലാമലകം പോലെ അറിയാവുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കേരളവും തമിഴ്നാടെന്നല്ല, നമ്മൾ സാധാരണ പറയാറുള്ളത് BJPക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് തെക്കേ ഇന്ത്യ എന്ന് പറയാറുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത, BJP തമിഴ്നാട് ഒഴിച്ചിട്ടുള്ള എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്തവണ തെലങ്കാനയിൽ കോൺഗ്രസിനോളം സീറ്റുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. 8 സീറ്റ്. കോൺഗ്രസിനും 8 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, BJPയുടെ വോട്ട് ശതമാനം തെലങ്കാനയിൽ 35% കൂടുതലാണ്. അതായത് മറ്റൊരു കർണാടകമായിട്ട് തെലങ്കാന മാറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ നമ്മൾ കർണാടകത്തിൻ്റെ ചരിത്രം അല്പം പറയുന്നത് നന്നായിരിക്കും. കാരണം കർണാടകത്തിലെ
രാഷ്ട്രീയം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റുകളും കോൺഗ്രസും തമ്മിലുള്ള ഒരു 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 സോഷ്യലിസ്റ്റ് വേഴ്സസ് കോൺഗ്രസ് എന്നുള്ളതായിരുന്നു. പിന്നെ ജനത വേഴ്സസ് കോൺഗ്രസ് ആയി. ഈ ജനതാ പാർട്ടിയുടെ ചെലവിലാണ് സത്യത്തിൽ BJP അവിടെ വളർന്നത്. സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മൾക്ക് തെലങ്കാനയിൽ കാണാൻ സാധിക്കുക. BRSന്റെ വോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BRS ഈ പല അർത്ഥത്തിലും കഴിഞ്ഞ 10 കൊല്ലം പിന്നെ BJPയുമായിട്ടൊരു അടുപ്പവും അകലവും അങ്ങനത്തെ ഒരു ബന്ധമായിട്ട് തുടരുന്നത്. കാരണം അവരുടെ പ്രധാനപ്പെട്ട എതിരാളി കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് ഈ BRSന്റെ വോട്ട് മുഴുവനായി ഏതാണ്ട് BRS ഇനി തെലങ്കാനയിൽ BJPയുടെ ജൂനിയർ പാർട്ട്ണറായി മാറും. സമാനമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആന്ധ്രയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആന്ധ്രയിൽ ഇത്തവണ ഒരു 3 സീറ്റ് 1% താഴെ മാത്രം വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി 6 സീറ്റ് മേടിച്ച് 3 ജയിച്ചിരിക്കുന്നു. അപ്പം അതിന്റെ വോട്ടിംഗ് ശതമാനം 12% വോട്ടുണ്ട് ആന്ധ്രയിൽ ഇത്തവണ BJPക്ക്. അത് ഒരു വലിയ ശതമാനം തെലുഗുദേശത്തിന്റെ തന്നെയാണ്. ഇന്നിരിക്കൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വസ്തുതയാണത്. സമാനമാണ് തമിഴ്നാട്ടിലെ കാര്യം. ഏതാണ്ട് 12% വോട്ട് തമിഴ്നാട്ടിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയും ജയിച്ചിട്ടില്ല, പക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട് അവിടെ. ഇപ്പം കന്യാകുമാരി പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടി BJP ആണ്. ആ അർത്ഥത്തിൽ ഈ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായിട്ട് അവർ പതുക്കെ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. ഇപ്പം തമിഴ്നാട്ടിലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫെഡറൽ രാഷ്ട്രീയത്തിൻ്റെ പുഷ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്. അതാണ് എനിക്ക് തോന്നുന്നു അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഷ അവർക്ക് വശമില്ല, അത് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അവർക്ക് മനസ്സിലാകില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഴിമതി മാത്രം മുൻനിർത്തിയിട്ടൊരു പ്രതിപക്ഷ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാവില്ല അവിടെ. അതിൻ്റെ കൂടെ മറ്റൊരു വളരെയധികം ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ടെറൈനാണ് തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ടെറൈൻ. ആ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ടെറൈനിൽ പറയാൻ പറ്റുന്നൊരു ഭാഷ ഇപ്പോഴും BJPക്ക് കൈവന്നിട്ടില്ല എന്നുള്ളതാണ് BJP അവിടെ ജയിക്കാതിരിക്കുന്നതിൻ്റെ കാരണം. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ പാർട്ടികളുടെ കേഡർ സ്വഭാവമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ അണികളിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അണികളിൽ നിന്നും വലിയൊരു വിഭാഗം BJP ക്യാമ്പിലേക്ക് ഒഴുകുന്നത് കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ ഗോപാലകൃഷ്ണൻ അറിയാം. ഈ BJPയുടെ ഈ പറഞ്ഞ ശരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഭവിച്ചു വരുന്നൊരു പ്രത്യേകത, പണ്ട് നമ്മൾ കോൺഗ്രസിനോട് എതിർപ്പ് വന്നു കഴിയാനുള്ള എതിർപ്പുള്ളവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വോട്ട് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് എതിർപ്പുള്ളവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇവർക്കല്ല വോട്ട് ചെയ്യുക, ഇവരോട് എതിർപ്പുള്ള ആളുകൾ ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ഫോഴ്സായിട്ട് BJPക്ക് വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവണം. അത്തരത്തിലുള്ളൊരു ട്രെൻഡ് ഒരുപക്ഷെ കേരളത്തിൽ തുടങ്ങിക്കാണണം. ചില പ്രദേശങ്ങളിലെങ്കിൽ അതുണ്ട്. ഒരു 10-12 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇത്തവണ അവർ വിജയിച്ചിട്ടുണ്ട്. വോട്ടിന്റെ എണ്ണം നോക്കി ലീഡ് ചെയ്തിരുന്നു. അതെ. ഇനി എൻ്റെ അവസാനത്തെ ചോദ്യമാണ്, ഈ നമ്മൾ രണ്ടുപേരും നരേന്ദ്രമോദിയെ എത്രയോ വർഷങ്ങളായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലവും അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ കാലവും എല്ലാം നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. മോദി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ഭരിച്ച് ഉള്ള ശീലമേ ഉള്ളൂ നരേന്ദ്രമോദിക്ക്. ഗുജറാത്ത് കാലം മുതലുള്ളതാണ്. വളരെയധികം വ്യക്തികേന്ദ്രീകൃതമായ ഒരു പ്രവർത്തന ശൈലിയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മനോനിലയെ പരിണമിപ്പിച്ച് ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നും ഞാൻ ബയോളജിക്കൽ അല്ല എന്നും ഒക്കെ അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ വ്യക്തികേന്ദ്രീകൃതമായ പ്രവർത്തന ശൈലി അദ്ദേഹത്തിൻ്റെ മനോനിലയിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഈ പുതിയ മന്ത്രിസഭ, ഒരു സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി നിൽക്കുന്ന ഈ പുതിയ മന്ത്രിസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഇനി അത് കഴിയുന്നില്ല എന്ന് കണ്ടാൽ ഭാരതീയ ജനതാ പാർട്ടിയും BJPയും ഒക്കെ നരേന്ദ്രമോദിയെ ആയിരിക്കില്ലേ ബലി കൊടുക്കുക, മന്ത്രിസഭയെ ബലി കൊടുക്കുന്നതിലും ഉപരിയായിട്ട്? അല്ല, ഈ 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സാധ്യമാക്കിയ ഒരു കാര്യം താനാണ് പാർട്ടി എന്നുള്ളൊരു നില വരുത്തി എന്നുള്ളതാണ്. ഈ നരേന്ദ്രമോദി പ്രചാരകനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ BJPക്ക് ഇത്തവണ 100 സീറ്റ് പോലും ഒരുപക്ഷെ കിട്ടുമായിരുന്നില്ല. കാരണം ആ അർത്ഥത്തിൽ പാർട്ടി അദ്ദേഹം മാറ്റിയിരിക്കുന്നു. പാർട്ടിയുടെ പേരിലല്ല വോട്ട് ചോദിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു പാർട്ടി മാനിഫെസ്റ്റോ ഇറക്കിയിട്ട് പാർട്ടിയുടെ പേരിന് വരെ നേതാവിന്റെ പേര് വെക്കുന്നത്. BJPക്ക് ഗ്യാരണ്ടി എന്നല്ല പറഞ്ഞത്, മോദിക്ക് ഗ്യാരണ്ടി മാനിഫെസ്റ്റോ പറഞ്ഞത്.
മാത്രമല്ല എല്ലായിടത്തും ഈ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലത്തൊക്കെ തോറ്റതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. പിന്നെ ലോക്കൽ കാൻഡിഡേറ്റ് കംപ്ലീറ്റ്ലി നിഷ്പ്രഭമാകുന്ന രീതിയിൽ, ലോക്കൽ പാർട്ടി യൂണിറ്റിന് ലോക്കൽ കാൻഡിഡേറ്റിന് നിഷ്പ്രഭമാകുന്ന രീതിയിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഇമ്പോസ് ചെയ്യുകയാണ്. അപ്പം ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് തടയിടാൻ പോകുന്നത് ഈ പിന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ഒന്നും ആവണമെന്നില്ല. സ്വന്തം പാർട്ടിക്ക് ചോദ്യം വരും. അതെ, വരും. ഈ ആളുകൾ മിണ്ടാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇയാൾക്ക് തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ സാധിക്കുന്നുള്ളതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ദിവസം തിരിച്ചു ചോദിക്കുമല്ലോ. അതെ, അത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷം BJPക്കുള്ളിൽ രൂപപ്പെടാനായിട്ടുള്ള സാധ്യത എത്ര ഉണ്ടെന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഈ സർക്കാരിൻ്റെ നിലനിൽപ്പും അതെന്ത് തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം മാറുമോ എന്നുള്ളത്, കാരണം ഇത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് പുള്ളിക്കില്ല. ഒരു അക്കോമഡേഷൻ്റെയോ നെഗോസിയേഷൻ്റെയോ ഒരു രാഷ്ട്രീയം പറഞ്ഞ ഒരു ട്രാക്ക് റെക്കോർഡ് ഇതുവരെ പുള്ളിക്കില്ല. അതാണ് മോദി മാറില്ല, മോദിയെ മാറ്റാനേ കഴിയൂ എന്ന് പറയുന്നത് പോലെയാണത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ ഞാനൊരു മീറ്റിങ്ങിന് പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ RSSൻ്റെ ഒരു വക്താവ് വന്നിരുന്നു, നമ്മുടെ ശേഷാദ്രിചാരി, അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു, ഈ RSSും BJPയും തമ്മിലുള്ള ബന്ധവും എന്നൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ RSS തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് എന്നുള്ളതാണ്. അതുമാത്രമല്ല, RSSന് അതിന് താല്പര്യവും ഇല്ല എന്നുള്ളതാണ്, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. പക്ഷേ വിജയിപ്പിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് RSSനും കൂടെ അറിയാമായിരുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവർ ഇങ്ങനെ പിൻവാങ്ങി നിന്നിരുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്തുള്ള രസതന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, ആ മീറ്റിങ്ങിൽ നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി വന്നപ്പോൾ എഴുന്നേക്കാതെ ഇരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ കൂടുതൽ വായിക്കുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഈ കോയലീഷൻ മിനിസ്ട്രിയെ കൊണ്ടുപോകുവാനുള്ള ഒരു ശേഷിയിലേക്ക് നരേന്ദ്രമോദി സ്വയം പരിണമിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ചലഞ്ചാണ്. ചിലപ്പോൾ അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തിയേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അനുസരിച്ചും അദ്ദേഹം കുറച്ച് നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവതാര സദൃശ്യമായ ഇമേജും കൂടെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ. നമുക്ക് അത് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ കക്ഷി ഭരണം വരട്ടെ എന്ന് പറഞ്ഞ് ഇന്ത്യ അലയൻസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാത്തിരിക്കാൻ തീരുമാനിച്ചതിനെക്കുറിച്ചുള്ള അമൃതിൻ്റെ അഭിപ്രായത്തോടു കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അത് എനിക്ക് തോന്നുന്നു മാൻഡേറ്റ് കറക്റ്റായിട്ട് വായിച്ചതാണ്. അതെ, അത് മോദിക്കെതിരെയുള്ളൊരു മാൻഡേറ്റ് ആണ്. പക്ഷേ മോദിക്കെതിരെയുള്ളൊരു വെർഡിക്റ്റ് ആണ്, തങ്ങൾക്കുള്ളൊരു മാൻഡേറ്റ് അല്ല. കാരണം നിങ്ങൾക്ക് അതിനുള്ള എണ്ണം കിട്ടിയിട്ടില്ല. ഈ ഒരു വായനയിൽ നിന്ന് തന്നെയാണ് അത്തരത്തിലൊരു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിച്ചത് കൊണ്ടായിരിക്കണം അവർ അങ്ങനത്തെ അത് ശരിയായ തീരുമാനമാണെന്നുള്ളതാണ്. കാരണം 240 ബാക്കി വരുന്ന നമ്പർ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കണം അവർ കാത്തിരുന്ന് കാണാൻ. ഇവർ ഭരിച്ച് അതിൻ്റെ ഒരു 5-6 മാസം കഴിയുമ്പോൾ ഒരു ക്ലാരിറ്റി വരുമല്ലോ. പ്രത്യേകിച്ചും ഈ പാർട്ടിക്കകത്ത് എന്ത് തരത്തിലുള്ള ഒരു തരം പ്രതികരണമാണ് രൂപപ്പെടുക. ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൽ മുഴുവൻ സീറ്റുകളും BJP ജയിച്ചിട്ടുണ്ട്. ഇപ്പം നിതിൻ ഗഡ്കരിക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം, നിതിൻ ഗഡ്കരിയുടെ സ്വന്തം സംസ്ഥാനത്തിൽ അവർ കോൺഗ്രസിൻ്റെ പുറകിലായി. ശിവരാജ് സിംഗ് ചൗഹാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വലിയ ഭരണ പരിചയമുണ്ട്, പലതരത്തിലുള്ള ആളുകളെ ഒരു കോർത്തിണക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു നയചാതുര്യമൊക്കെ ഉള്ളൊരു നേതാവാണ്, പരിചയസമ്പന്നനാണ്, പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അത്തരത്തിൽ അനുഭവസമ്പന്നനായിട്ടുള്ളൊരു നേതാവ് വേറെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയണം, ശേഷാദ്രിചാരിയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് കൂട്ടിച്ചേർത്ത് പറയണം, നമുക്ക് ഇപ്പോൾ ഒരു ഹൈൻസൈറ്റ് നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. JP നഡ്ഡ RSSനോട് പറഞ്ഞത്, RSSൻ്റെ ആവശ്യം ഇലക്ഷൻ ജയിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നേതാവ് ആരാണെന്ന് തീരുമാനിക്കേണ്ട കാര്യത്തിനകത്തും നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ അഭിപ്രായം പറയേണ്ട എന്നതാണോ നമുക്കറിയില്ല. അത് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ റിമാർക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ
പല സാധ്യതകൾ അതിനകത്തുണ്ട്. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അമൃത പറഞ്ഞ 1-2 പ്രധാനപ്പെട്ട പോയിന്റുകളിൽ EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ, അല്ലെങ്കിൽ ആ സർക്കാർ മെഷീനറിമാരിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള ധൈര്യത്തിലേക്ക് അവർ മാറുമോ, മാധ്യമങ്ങളുടെ സ്വഭാവത്തിൽ മാറുമോ, കോടതികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ, ഇതിനെല്ലാം ഉപരി പ്രധാനമന്ത്രിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ എന്നുള്ളതെല്ലാം നാം കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും സമയം ദില്ലീപ് അലിയോട് സംസാരിച്ചതിന് ഐ ആം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ആസ് ഓൾവേസ്. താങ്ക് യു ഗോപാലകൃഷ്ണൻ. താങ്ക് യു.